എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു വേണ്ടി 2 കവർ പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിക്കുക. പാൽ നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ബൗളിൽ ഒരു 3-4 സ്പൂൺ കസ്റ്റാർഡ് പൊടി പാലിലൊഴിച്ച് തയ്യാറാക്കി ഒന്ന് കലക്കിയെടുക്കുക. അത് നമുക്ക് ഈ തിളച്ച് വരുന്ന പാലിലേക്ക് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി തീ ചെറിയ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ കുറുകി വരുമ്പോൾ ഒന്ന് നല്ലതുപോലെ തണുക്കുന്നതിന് വേണ്ടി തീ ഓഫാക്കി മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ കട്ടിക്കാണ് കലക്കിയിരിക്കുന്നത്, കാരണം ഇതിൽ നമ്മൾ തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആൾറെഡി വെള്ളമുണ്ടാവും, അതുകൊണ്ടാണ് ഇതിപ്പോൾ കട്ടിക്ക് കലക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായ ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായ ഫ്രൂട്ട്സുകളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നട്ട്സ് ഉണ്ട്, ഈത്തപ്പഴമുണ്ട്, തണ്ണിമത്തങ്ങ, മാങ്ങ, പച്ചമുന്തിരി, ചുമന്ന മുന്തിരി, മാതളം, പഴം എല്ലാം ഉണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇതെല്ലാം നമുക്ക് ഫ്രൂട്ട്സുകളെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ആക്കി, ഇത് ബൗൾ ചെറുതായിപ്പോയി, അതുകൊണ്ട് നമ്മൾ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇതിനെല്ലാം മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പാല് കാച്ചിയപ്പോൾ അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ഞാൻ ഇതിൽ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർക്കാത്തവർ പാല് കാച്ചുമ്പോൾ തന്നെ അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ മധുരത്തിന് വേണ്ടി ഒഴിച്ചു കൊടുക്കണം. ഫ്രൂട്ട്സ് എല്ലാം നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് മധുരത്തിന് വേണ്ടി ആവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഷുഗർ ചേർക്കുന്നെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഷുഗർ ചേർക്കാത്തത് കൊണ്ടാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തത്. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന തണുത്ത കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി ഫ്രൂട്ട്സുമായിട്ട് യോജിപ്പിച്ച് നല്ല രീതിയിൽ ഇളക്കി 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കണം. ഇത് കസ്റ്റാർഡ് അല്പം കട്ടിയായിട്ടുണ്ട്. ഞാൻ അതിൽ തണ്ണിമത്തങ്ങ ചേർത്തത് കൊണ്ടാണ് കട്ടിക്ക് കസ്റ്റാർഡ് തയ്യാറാക്കിയത്. തണ്ണിമത്തങ്ങ ചേർക്കാത്തവർക്ക് അല്പം കൂടെ ലൂസായിട്ട് 1 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ചിട്ട് കൊടുത്താൽ മതി കലക്കുന്ന സമയത്ത്. ചൂട് സമയത്തൊക്കെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തയ്യാറാക്കി വെച്ചിരുന്ന കുട്ടികൾക്കൊക്കെ ഇടയ്ക്കെടുത്ത് കൊടുക്കാം. എല്ലാ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡാണ്. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എടുക്കാം. മധുരം കുറച്ചുകൂടി മിൽക്ക് മെയ്ഡ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മധുരം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി മധുരം വേണം. പിന്നെ മക്കൾക്കൊക്കെ നമുക്കിതിൽ ഐസ്ക്രീമും കൂടെ യോജിപ്പിച്ച് ഈ ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെ ഐസ്ക്രീം കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.